ഹായ് ഹലോ, ഒരിക്കൽ കൂടി എല്ലാവരെയും എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിപിൻ ഊർത്തി. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിന് ശേഷം ഉദ്യോഗാർത്ഥികൾ, അതായത് നമ്മുടെ ഈ ഒരു 999 കോഴ്സ് എടുക്കാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫുൾ സിലബസ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ ടോപ്പിക് പേപ്പർ 1, 2 വെറും 999 രൂപയ്ക്ക് നിങ്ങൾക്ക് പ്രീമിയം ഫീച്ചേഴ്സോട് കൂടി ഇനി പഠിക്കാം. കഴിഞ്ഞ തവണത്തെ നമ്മുടെ റാങ്ക് ഇത്തവണ ഇരട്ടിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഈ ഒരു ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലാസ്സുകൾ ലൈവായിട്ടും ലൈവിന്റെ റെക്കോർഡിങ്സ്, പ്രീ റെക്കോർഡ് സെഷൻസ്, നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യാം, മൾട്ടിപ്പിൾ ടെസ്റ്റ് സീരീസ്, മെന്റർഷിപ്പ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക്, നേരിട്ട് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നൽകാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പേര് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി പഠിക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളിൽ ചിലര് പിന്നോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം വ്യക്തമാണ്. സെക്കൻഡ് സ്റ്റേജ് എക്സാം വളരെ ഈസി ആയിരുന്നു. ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് കാര്യമായി പരിശ്രമിക്കാതെ മറ്റ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാവുന്ന ചില സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ LDC ആയിട്ട് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് വലിയ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിക്കാണത്തില്ല, അല്ലെങ്കിൽ അവർ അതുമായിട്ട് എൻഗേജ്ഡ് ആണ് ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ. സോ അവർ പോലും പരീക്ഷ എഴുതിയിട്ട് സെക്കൻഡ് സ്റ്റേജിൽ വന്നവർക്ക് എബോവ് 50 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എബോവ് 50, ആർക്കും 50ക്ക് താഴെ അങ്ങനെ വന്നതായിട്ട് തോന്നുന്നില്ല. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടും പഠിക്കാതെ പോയവരോ അല്ലെങ്കിൽ തൻ്റെതായ കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചതായിരിക്കണം മറ്റ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ PSCയുടെ ഒരു നോർമലൈസേഷൻ രീതി നിങ്ങൾക്ക് അറിയാലോ. 2 ഘട്ടങ്ങളിലെയും ഉദ്യോഗാർത്ഥികളെ, അതായത് സമം സമം എന്നുള്ള രീതിയിലല്ല, 2 ഘട്ടങ്ങളിൽ നിന്നും ഇത്ര സമം ഈക്വൽ ആയിട്ടല്ല ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. അവര് നോർമലൈസേഷൻ ടെക്നിക്കിലൂടെ ഒരു കട്ട് ഓഫ് കണ്ടെത്തി ആ കട്ട് ഓഫിന് പുറത്ത് വരുന്ന ആളുകളെ ആയിരിക്കും, മീൻസ് ആ ഒരു കട്ട് ഓഫ് കടന്നെത്തുന്ന ആളുകളെ ആയിരിക്കും മെയിൻസിലേക്ക് പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ കണ്ടെത്താൻ പോകുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് ഒരുപക്ഷെ 50 റേഞ്ചിൽ വന്നാൽ, ഞാൻ പറയുകയാണ്, സ്വാഭാവികമായിട്ടും സെക്കൻഡ് സ്റ്റേജ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാവും. നല്ലൊരു ശതമാനം ഉദ്യോഗാർത്ഥികള്, ഒരു 65% ഉദ്യോഗാർത്ഥികൾ ഒരുപക്ഷെ സെക്കൻഡ് സ്റ്റേജിൽ നിന്നും ബാക്കിയുള്ളവര് ഫസ്റ്റ് സ്റ്റേജിൽ നിന്നും ആകാം, അല്ലെ? നമ്മൾ ഇതിന്റെ മുന്നേ ഒക്കെ കണ്ടിട്ടുണ്ട്. PSCയുടെ നോർമലൈസേഷൻ മെത്തേഡിലൂടെ ഭയങ്കരമായിട്ടുള്ള മാർക്കൊന്നും ഉദ്യോഗാർത്ഥികൾക്ക് കൂടിയതായി കാണുന്നില്ല. ഫസ്റ്റ് സ്റ്റേജിൽ 43 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടൊക്കെ തന്നെയാണ് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളത്. നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പ്രിലിംസ് കടക്കാനായിട്ട് ആ ഒരു മാർക്ക് മതി എന്നുള്ള ധാരണയിൽ തന്നെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു നോർമലൈസേഷൻ സെക്കൻഡ് സ്റ്റേജിനെ കൂടുതൽ സഹായിക്കുമെന്നുള്ള ഒരു കാര്യം പൊതുവെ അറിയാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു മാർക്ക് മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ 50ന്റെ താഴെ ഒക്കെ മാർക്ക് മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞതുപോലെ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ സ്ഥാപനങ്ങളും 40ന്റെ എബോവ് ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ അവരെല്ലാവരും പിന്നോട്ടടിച്ചിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോ പഠിച്ചാൽ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻസിന്റെ പേപ്പർ 2 എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം എക്സ്ട്രാ ടോപ്പിക് തന്നെയാണ്, സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. പഠിച്ചാൽ കിട്ടുമോ എന്നുള്ള ഒരു ഡൗട്ട്, അതായത് പഠിച്ചാൽ കിട്ടുമോ എന്ന് പറയുന്നത് ജോലിയുടെ കാര്യമല്ല, പ്രിലിംസ് കടന്നു വരുമോ എന്നാലല്ലേ മെയിൻസ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. കാരണം സമയം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലാത്ത സമയം കണ്ടെത്തിയാണ് ഇതിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഉദ്യോഗാർത്ഥികൾ മടിക്കും. അപ്പൊ ഇതിന് ബദലായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് എഴുതിയ ഉദ്യോഗാർത്ഥികൾ കാര്യമായി നിങ്ങളുടെ കാര്യം പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ട് അധികൃതരുമായിട്ട് ബന്ധപ്പെടുന്നത് നന്നായിരിക്കും തന്നെയാണ് ഒരു അഭിപ്രായം, എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം നിങ്ങളെ തുണയ്ക്കുമെന്നുള്ള കാര്യത്തില് ഒരു ഉറപ്പില്ല. ഓക്കെ, കാരണം മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ
ഉദ്യോഗാർത്ഥികളുടെ ഒരു താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ സംരക്ഷിച്ചു പോകുന്ന തരത്തിലല്ല കാര്യങ്ങളുടെ കിടപ്പ് വശം. ഓക്കെ, അതുകൊണ്ട് തന്നെ മാക്സിമം നന്നായിട്ട് പരീക്ഷ എഴുതി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നവര് മറ്റൊന്നും നോക്കാതെ തന്നെ പഠിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് സ്റ്റേജ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു മെഗാ ട്രിപ്പിൾ ബമ്പർ ലോട്ടറി എന്ന് തന്നെ പറയാം. അമ്മാതിരി എക്സാം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ പലരും പറയും 50 താഴെയാണ്, എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയാം. എങ്ങനെയല്ലെങ്കിലും സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ നല്ല ഈസി, മീൻസ് ഫസ്റ്റ് പേപ്പർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഈസി ആയിരുന്നു. എന്നിട്ടും 50 താഴെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേണ്ട നിങ്ങളുടെ മാത്രം കുറ്റമാണ്, PSCയുടെ കുറ്റമല്ല. PSC നിങ്ങൾക്ക് ഈസി വാക്ക് ഓവർ തരാൻ വേണ്ടി പോയതാണ്. ഓക്കെ, പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 എന്നൊന്നും നിങ്ങൾ വിചാരിക്കില്ലേ. PSCയുടെ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ ഇപ്പോ അനുമാനങ്ങളാണ്, സെക്കൻഡ് സ്റ്റേജിലുള്ള നമ്പർ ഓഫ് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻസ് കൂടുകയോ, ഓക്കെ, സ്വാഭാവികമായിട്ടും 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ബാലൻസ് ആവും. പക്ഷെ അങ്ങനെ ചുമ്മാ അങ്ങ് ഡിലീറ്റ് ചെയ്യുന്ന പരിപാടി ശരിയല്ല. കാരണം കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ 5 ക്വസ്റ്റ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും 3 ചോദ്യങ്ങളുടെ ഉത്തരം വരെ മാറ്റിമറിക്കപ്പെട്ടു. അതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടികൾ ഫസ്റ്റ് സ്റ്റേജ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്രയും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യില്ലായിരുന്നു. ഈ ഡിലീഷൻസും ഈ ഒരു ആൻസർ ചേഞ്ച് ഒക്കെ വന്നില്ലായിരുന്നെങ്കിൽ. ഓക്കെ, അതുമല്ലെങ്കിൽ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഈ 43, 45 ഒക്കെ മേടിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ 50 പുറത്ത് കൊണ്ടെത്തിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള നോർമലൈസേഷൻ ടെക്നിക്ക് തന്നെ ആ സംവിധാനം കൊണ്ടുവരണം. ആ ഒരു സംവിധാനം അവരുടെ സംവിധാനത്തിൽ അത്രമാത്രം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെന്നുള്ള കാര്യത്തിൽ ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ കമന്റിലൂടെയും താഴെ അറിയിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം, ഒരുമിച്ച് ഒരു കൂട്ടായ്മയോട് കൂടി നിന്ന് തന്നെ എടുക്കാം. സോ നമ്മുടെ പുതിയ ബാച്ച് ജൂലൈ 4 സ്റ്റാർട്ട് ചെയ്യാണ്. 299 എന്നുള്ളത് വെട്ടി 999 ആക്കിയിരിക്കുകയാണ്. കാരണം ഈ ഒരു അനിശ്ചിതാവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അധികം കാശൊന്നും മുടക്കണ്ട. സ്ട്രേറ്റ് ആയി നിങ്ങൾ 999 മാത്രം മാറ്റി വെച്ച് പഠിത്തത്തിലേക്ക് വരിക. ഒറ്റയ്ക്ക് വേണം, സെൽഫായിട്ടും നിങ്ങൾ സ്റ്റഡി ചെയ്യാം. ബട്ട് പേപ്പർ 2 നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസും ഈ വരാനിരിക്കുന്ന കഴിഞ്ഞ തവണ നമ്മൾ LSTI സെക്രട്ടറി ചെയ്ത പോലെ തന്നെയാണ്. ഒരു മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് നമുക്ക് 70+ സ്റ്റുഡൻസ് ആണ്. അവരുടെ റാങ്ക് ഈ ജൂലൈയിൽ വരാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എത്ര റാങ്കുകളാണ് എൻ ഫേവറിൽ നിന്നുള്ളത് നിങ്ങൾ കണ്ടോളുക. അപ്പൊ ആ ഒരു അതേ സെറ്റപ്പിൽ അപ്പൊ മെയിൻസിൽ മാത്രമായിട്ട് 70 പേര് LSTI സെക്രട്ടറിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ തവണത്തെ സെക്രട്ടേറിയറ്റ് 125 എന്നുള്ളത് ഒരു 250 എത്തിച്ചൂടെ? നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നമ്മൾ ഒരുമിച്ച് നടക്കും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മെന്റലി പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് തന്നെ സെറ്റ് ചെയ്ത് ഈ ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് നിങ്ങളെ വിജയത്തിന്റെ ഒരു ഭാഗമാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം. വന്നാൽ ഒരു ജോലി, പോയാൽ ഒരു 999 അല്ലെ, പോകരുത്. അതിനുവേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കാം. കാണാം. താങ്ക് യു.